അടുക്കളയിലെ ഗ്യാസ് തീരാറായി. പുതിയത് ബുക്ക് ചെയ്യാൻ ഏജൻസിയിലേക്ക് വിളിക്കുമ്പോഴോ ഫോൺ എപ്പോഴും ബിസി. ഇനിയൊരു പക്ഷേ റിങ് ചെയ്താലും ആരും എടുക്കുന്നില്ല. സംസ്ഥാനത്തെ ഒട്ടുമിക്ക വീടുകളിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിലനിൽക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണിത്. പാചകവാതകം ബുക്ക് ചെയ്യാൻ കഴിയാതെയും ഏജൻസികളുമായി ബന്ധപ്പെടാൻ സാധിക്കാതെയും വലയുകയാണ് സാധാരണക്കാർ. വീട്ടാവശ്യങ്ങൾക്കുള്ള LPG ഗ്യാസിൽ ക്ഷാമമുണ്ടാകില്ലെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പിച്ചു പറയുമ്പോഴും ഗ്യാസ് സിലിണ്ടർ എങ്ങാനും കിട്ടാതാകുമോ എന്ന ഭയം ജനങ്ങൾക്കിടയിൽ വ്യാപകമായിട്ടുണ്ട്. ഇറാൻ-ഇസ്രായേൽ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണം തടസ്സപ്പെട്ടതും അടുത്തിടെ ഉണ്ടായ വില വർധനവുമാണ് ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കുന്നത്. ഇതോടെ വീട്ടാവശ്യത്തിനുള്ള ഗ്യാസിനും ഉടൻ ക്ഷാമം നേരിടുമെന്ന പേടിയിൽ പലരും സിലിണ്ടർ തീരുന്നതിന് മുൻപേ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പ്രധാനമായും ഈ തിടുക്കമാണ് ഏജൻസികളിലേക്കുള്ള ഫോൺ കോളുകൾ കുത്തനെ കൂട്ടിയത്. ആശങ്കകൾ നിലനിൽക്കുന്ന ഈ സമയത്ത് ആളുകൾ സിലിണ്ടറുകൾ അനാവശ്യമായി വാങ്ങി പൂഴ്ത്തി വെക്കുന്നത് തടയാൻ എണ്ണ കമ്പനികൾ പുതിയൊരു നിബന്ധന കർശനമാക്കിയിട്ടുണ്ട്. ഒരു സിലിണ്ടർ വിതരണം ചെയ്ത് 25 ദിവസം പൂർത്തിയാകാതെ അടുത്ത സിലിണ്ടറിനായുള്ള ബുക്കിംഗ് സിസ്റ്റം സ്വീകരിക്കില്ല എന്നുള്ളതാണ് ഈ നിയമം. ഗ്രാമീണ മേഖലയിലാകട്ടെ 45 ദിവസമാണ് ഒരു തവണ ഗ്യാസ് ബുക്ക് ചെയ്തതിനു ശേഷം അടുത്ത ബുക്കിങ്ങിനായുള്ള കാത്തിരിപ്പ് സമയം. പക്ഷേ ഈ നിയമം അറിയാതെയാണ് പലരും നിരന്തരം ഏജൻസികളിലേക്ക് വിളിക്കുന്നത്. ജനങ്ങൾ ബുക്ക് ചെയ്യാൻ കഴിയാതെ ഒരു വശത്ത് വലയുമ്പോൾ, അതായത് ഗ്യാസ് ബുക്ക് ചെയ്യാൻ കഴിയാതെ ഒരു വശത്ത് വലയുമ്പോൾ ഗ്യാസ് ഏജൻസികളെ കുഴക്കുന്നത് ചില സാങ്കേതിക തകരാറുകളാണ്. എണ്ണ കമ്പനികളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള സോഫ്റ്റ്വെയറിലെ നിരന്തരമായ സെർവർ തകരാറുകൾ മൂലം ഏജൻസികളിലെ പ്രവർത്തനം പലപ്പോഴും സ്തംഭിച്ച അവസ്ഥയിലാണ്. ബില്ലടിക്കുന്നതും സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതും ഓയിൽ കമ്പനികൾക്ക് നൽകേണ്ട റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതുമെല്ലാം ഈ സോഫ്റ്റ്വെയർ വഴിയാണ്. പകൽ സമയങ്ങളിൽ സെർവർ പൂർണ്ണമായും പണിമുടക്കുകയോ ഇടയുകയോ ചെയ്യുന്നതിനാൽ ബുക്കിംഗ് ഉൾപ്പെടെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് തങ്ങളെന്നാണ് പല ഗ്യാസ് ഏജൻസി ഉടമകളും പ്രതികരിക്കുന്നത്. പലയിടങ്ങളിലും ഇപ്പോൾ രാത്രികളിൽ അധിക സമയം ഇരുന്നാണ് ഒരു ദിവസത്തെ ജോലികൾ ചെയ്തു തീർക്കുന്നതും. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന് യാതൊരു ക്ഷാമവുമില്ലെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും കേന്ദ്ര സർക്കാർ ആവർത്തിക്കുമ്പോഴും യാഥാർത്ഥ്യം മറ്റൊന്നാണെന്ന് ഏജൻസികൾ പറയുന്നു. പല ഏജൻസികൾക്കും ആവശ്യാനുസരണം സ്റ്റോക്ക് ലഭിക്കുന്നില്ലെന്നതാണ് വാസ്തവം. ദിവസങ്ങൾക്ക് മുൻപ് ബുക്ക് ചെയ്തവർക്ക് പോലും സിലിണ്ടർ വിതരണം ചെയ്യാൻ കഴിയാത്തത്ര വലിയ പ്രതിസന്ധിയാണ് പലയിടത്തുമുള്ളത്. ഇതോടെ ഗ്യാസുമായി വരുന്ന ലോറികളും വിതരണ വാഹനങ്ങളും വഴിയിൽ തടഞ്ഞു നിർത്തി സിലിണ്ടറുകൾ സ്വന്തമാക്കാൻ നാട്ടുകാർ ഓടി വരുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ടെന്ന് ഏജൻസികൾ പ്രതികരിക്കുന്നു. വാഹനം തടഞ്ഞുള്ള ഈ സിലിണ്ടർ വാങ്ങൽ പലപ്പോഴും വിതരണക്കാരും നാട്ടുകാരും തമ്മിലുള്ള വാക്കേറ്റങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഒരു പരിധിവരെയെങ്കിലും ഈ പ്രശ്നങ്ങൾ മറികടക്കാൻ സാധിക്കുകയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സിലിണ്ടർ ബുക്ക് ചെയ്യാൻ ഏജൻസികളുടെ ലാൻഡ് ലൈൻ നമ്പറുകളെ ആശ്രയിക്കുന്നതിന് പകരം ഉപഭോക്താക്കൾക്ക് മറ്റ് ഔദ്യോഗിക ഡിജിറ്റൽ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്താമെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും നല്ല ഒരു പ്രധാനപ്പെട്ട മാർഗം. പഴയ സിലിണ്ടർ ലഭിച്ച് 25 ദിവസം കഴിഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം വാട്സപ്പ് വഴിയോ മറ്റ് ആപ്പുകൾ വഴിയോ എളുപ്പത്തിൽ ബുക്കിങ്ങുകൾ നടത്താം. വാട്സപ്പ് വഴി ബുക്ക് ചെയ്യാൻ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ നിന്നും ഗ്യാസ് കമ്പനികളുടെ ഔദ്യോഗിക വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇതുകൂടാതെ ഔദ്യോഗിക ആപ്പുകൾ വഴിയോ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം എന്നിവയിലൂടെയോ ബുക്ക് എ സിലിണ്ടർ ഓപ്ഷൻ വഴി ഗ്യാസ് ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യാൻ വഴിയില്ലാതാകുമോ എന്ന ആശങ്കയാണ് ഇതിനെല്ലാം കാരണം. പക്ഷേ ഈ അനാവശ്യ തിടുക്കം ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് തന്നെ വിനയായി മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം.